നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായിരുന്ന ദിലീപിനെ പിന്തുണച്ച് UDF കൺവീനർ അടൂർ പ്രകാശ്. ദിലീപിന് നീതി കിട്ടിയെന്നും സർക്കാർ വേറെ പണിയില്ലാത്തതുകൊണ്ടാണ് അപ്പീൽ പോകുന്നതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. അതേസമയം UDF കൺവീനറുടെ പ്രസ്താവനയെ തള്ളി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. പരാമർശത്തിൽ വ്യാപക പ്രതിഷേധമുയർന്നതോടെ താൻ അതിജീവിതയ്ക്കൊപ്പമെന്ന് അടൂർ പ്രകാശ് നിലപാട് തിരുത്തി. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായിരുന്ന നടൻ ദിലീപിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചാണ് UDF കൺവീനർ അടൂർ പ്രകാശ് രംഗത്തെത്തിയത്. കേസിൽ ദിലീപിന് നീതി കിട്ടിയെന്ന് പറഞ്ഞ അടൂർ പ്രകാശ് അതിജീവിതയ്ക്കൊപ്പം നിലകൊള്ളുന്ന സംസ്ഥാന സർക്കാരിനെ പരിഹസിച്ചു. സർക്കാർ അപ്പീൽ പോകുന്നത് വേറെ പണിയില്ലാത്തതുകൊണ്ടാണെന്നാണ് UDF കൺവീനറുടെ പക്ഷം. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അത് സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു നീതി ലഭ്യമായി. സർക്കാർ അല്ലെങ്കിലും അപ്പീൽ പോകുമല്ലോ, സർക്കാരിന് വേറെ ഒരു ജോലിയില്ലല്ലോ. അതേസമയം അടൂർ പ്രകാശിന്റെ പരാമർശം പൂർണ്ണമായി തള്ളുന്നെന്നും തങ്ങൾ അതിജീവിതയ്ക്കൊപ്പമെന്നും ഷാനിമോൾ ഉസ്മാൻ പ്രതികരിച്ചു. അടൂർ പ്രകാശിന്റെ പ്രസ്താവനയെ ഞാൻ 100% തള്ളിക്കളയുകയാണ്. സ്ഥാനത്തിരിക്കുന്ന നേതാക്കന്മാർ വ്യക്തത വരുത്തിക്കൊണ്ട് പാർട്ടിയുടെ അഭിപ്രായമാണ് പറയേണ്ടത്. അപ്പീൽ പോകുക എന്നുള്ളത് തീർച്ചയായിട്ടും നിയമത്തിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ പോംവഴിയാണ്. അത് അതിജീവിതയ്ക്ക് പൂർണ്ണമായിട്ടും അതിനകത്ത് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ള വിധി തന്നെയാണ് അനിവാര്യം. അടൂർ പ്രകാശിന്റേത് വ്യക്തിപരമായ അഭിപ്രായമെന്ന് സണ്ണി ജോസഫും അപ്പീലിനെ പിന്തുണയ്ക്കുന്നതായി VD സതീശനും K മുരളീധരനും പറഞ്ഞു. പൂർണ്ണമായി നീതി കിട്ടിയില്ല എന്ന് അതിജീവിതയ്ക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പീൽ പോകാവുന്നതാണ്. ഇത് വ്യക്തിപരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യക്തിപരമായ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആവശ്യപ്പെട്ടു അപ്പീൽ പോകണം. ആ കുറ്റപത്രത്തിലെ എല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ അപ്പീൽ പോകണം. അതേസമയം പരാമർശം വിവാദമായതോടെ നിലപാട് തിരുത്തിയ അടൂർ പ്രകാശ് തന്റെ പ്രസ്താവനയെ മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് ന്യായീകരിച്ചു. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വന്നില്ല, സംപ്രേഷണം ചെയ്തില്ല. അതിനകത്ത് ഏതാനും ചില ഭാഗങ്ങൾ മാത്രം സംപ്രേഷണം ചെയ്തു. അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.